വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നമുക്കേറെ അഭിമാനകരവും ആഹ്ലാദകരവുമായൊരവസ്ഥ നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കും. നമ്മൾ 2024 ഡിസംബർ 3 വാണിജ്യാടിസ്ഥാനത്തിലുള്ള നമ്മുടെ ചരക്ക് ഗതാഗതങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചതിലേറെ ഈ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയും. 10 ലക്ഷം കണ്ടെയ്നർ എത്തുമ്പോൾ നിങ്ങളുമായി സന്തോഷം പങ്കുവയ്ക്കാം എന്നാണ് ഞങ്ങൾ അന്ന് ആലോചിച്ചത്. ഇപ്പോൾ 10,12,000 പരം കണ്ടെയ്നറായി ഇന്നത്തെ കൂടിയാവും. ഏതാണ്ട് 460 ഷിപ്പുകളിലായിട്ട് ഇത്രത്തോളം നമുക്ക് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കൈകാര്യം ചെയ്ത് ഇതിലെത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിനേക്കാൾ വേഗത്തിൽ, ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞ് നിങ്ങൾക്കെല്ലാം അറിയാം, 8 മാസം പിന്നിടുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് 10 ലക്ഷത്തിന് മുകളിലെത്താൻ കഴിഞ്ഞു എന്നത് ലോക നിലവാരത്തിലെടുക്കുമ്പോൾ ഈ തുറമുഖത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ നേട്ടവും നാം പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെ കൈവരിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനകരമായ പശ്ചാത്തലമാണ് ഈ സന്തോഷം പങ്കുവയ്ക്കാൻ ഇടവന്നത്. ഈ 460 ഷിപ്പുകൾ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് 27ഓളം ഏതാണ്ട് വലിയ രൂപത്തിലുള്ള അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ വന്നിരിക്കുന്നു. അപ്പോൾ അൾട്രാ ലാർജ് കപ്പലുകൾ ഇവിടെ എത്തി. അത് 27 വരുന്നു എന്ന് പറയുമ്പോൾ MSCയുടെ തന്നെ ഐറീന 399.9 മീറ്റർ നീളവും 62.4 മീറ്റർ വീതിയുമുള്ള കൂറ്റൻ കപ്പലുകൾ ഒരുപക്ഷെ കൊളംബോയിലോ സിംഗപ്പൂരിലോ ദുബായിലോ ഒക്കെ എത്താത്ത തരത്തിലുള്ള ഷിപ്പുകൾ ഇവിടെ വന്നിരിക്കുന്നു എന്നാണ് MSC ഐറീനയിൽ നിന്ന് നമുക്ക് വന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള 27 ഷിപ്പുകൾ, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നുകൂടി എടുത്ത് സൂചിപ്പിക്കുകയാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് 24 ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും 8 സെമി ഓട്ടോമേറ്റഡ് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമാണ് നമ്മുടെ ഈ കാര്യങ്ങൾ വേഗത്തിൽ കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ കരുത്ത്. ആ രൂപത്തിലേക്ക് നമുക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പ്രതിമാസം ശരാശരി 1 ലക്ഷം കണ്ടെയ്നറാണ് പ്രതീക്ഷിച്ചതെങ്കിൽ അതിനു മുന്നിലെത്തിയിരിക്കുന്നു എന്ന് എടുത്ത് സൂചിപ്പിക്കുകയാണ്. ഒരു കപ്പലിൽ തന്നെ 10,000-ത്തിലധികം കണ്ടെയ്നർ കൈകാര്യം ചെയ്തും ഒരു റെക്കോർഡ് വന്നിരിക്കുന്നു. അതായത് MSC പലോമയിൽ 10,576 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതും മറ്റൊരു സവിശേഷകരമായ കാര്യമാണ്. മറ്റൊന്ന്, ക്രെയിൻ പ്രൊഡക്ടിവിറ്റിയിൽ ഏറ്റവും മുന്നിൽ മണിക്കൂറിൽ 36 മൂവ്സ് വരെ നടത്താൻ കഴിയുന്നു. നേരത്തെ ലക്ഷ്യമിട്ടിരുന്നത് 22 മൂവ്സാണ് മണിക്കൂർ. അപ്പോൾ ആ കാര്യത്തിലും നമുക്ക് മുന്നിലെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് എക്സിങ് കാർഗോയും ഇവിടെ നിന്ന് ആരംഭിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് പൊതുവിൽ സൂചിപ്പിക്കാൻ. ഇതിൻ്റെ 2, 3, 4 ഘട്ടങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. കഴിയുന്നത്ര നേരത്തെ തുടങ്ങുന്നുള്ള കാര്യം അതിപ്പോഴും ഏതാണ്ട് കഴിയുന്നത്ര വേഗത്തിൽ തുടങ്ങാൻ ആവശ്യമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് ശേഷം ആ കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ച് പ്രഖ്യാപിക്കാൻ തുടങ്ങുന്ന ഡേറ്റുകൾ. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരും. ഇപ്പോൾ പൊതുവിൽ നമ്മൾ ആദ്യഘട്ടത്തിലെ ശ്രമകരമായ നീക്കങ്ങളെല്ലാം വിജയം കാണുകയും പ്രതീക്ഷിച്ചതിലപ്പുറത്ത് മുന്നേറാൻ കഴിയുകയും ചെയ്തു എന്ന കാര്യമാണ് പൊതുവിൽ ഇവിടെ നമുക്ക് പങ്കുവയ്ക്കാറുള്ളത്. അപ്പോൾ തുടർന്നും ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നമ്മുടെ നീക്കങ്ങൾ ഏറ്റവും വിജയകരമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യൂറോപ്യൻ നാടുകളും ആഫ്രിക്കയും ചൈനയും US എല്ലാമായി നമുക്ക് വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടാനുള്ള നീക്കങ്ങൾ ഇതിനോടകം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും അറിയിക്കുകയാണ്. പിന്നീട് നമ്മുടെ റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങളെ നേരത്തെ ഞങ്ങൾ വിശദീകരിച്ചിരുന്നതാണ്. അതെല്ലാം ഓൺഗോയിങ് പ്രോജക്റ്റാണ്. അതിലൊരു ടെമ്പററി ആയിട്ട് നമ്മളൊരു അപ്രോച്ച് റോഡ് നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിത്തിൻ 3 months അത് കമ്മീഷൻ ചെയ്യാൻ കഴിയും എന്ന സാഹചര്യം നിലവിലുണ്ട്. ആ അപ്രോച്ച് റോഡ് കരമാർഗമുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. മറ്റേ പൂർണ്ണതയിലെത്തണമെങ്കിൽ നമ്മുടെ റെയിൽവേ കണക്ടിവിറ്റിയും നാഷണൽ ഹൈവേ ആയിട്ടുള്ള കണക്ടിവിറ്റിയും അതിൻ്റെ പൂർണ്ണതയിലെത്തണം. ഇത് രണ്ടിൻ്റെയും ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള ഫണ്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞു. അതിൻ്റെ
പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹിക ആഘാത പഠനവും സെൻറ്ററിൻ്റെ അംഗീകാരവും നമുക്ക് ലഭിച്ചിരുന്നു. ആ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. റെയിൽ കണക്ടിവിറ്റിയുടെ ജോലികൾ എപ്പോൾ തുടങ്ങാൻ കഴിയും? അതിൻ്റെ ഒരു സ്പെസിഫിക് ഡേറ്റോ അല്ലെങ്കിൽ ഒരു സമയമോ ഇല്ല. അതിലാദ്യം നമുക്കുള്ള 4 കടമ്പകൾ: 1, നമുക്ക് സാമൂഹ്യ ആഘാത പഠനം, അത് അംഗീകരിക്കപ്പെട്ടു. 2, പരിസ്ഥിതി ആഘാത പഠനം, അത് അംഗീകരിക്കപ്പെട്ടു. 3, പ്ലാനും എസ്റ്റിമേറ്റും DPRും അത് അംഗീകരിക്കപ്പെട്ടു. 4, നമുക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ. ഇത് 4ലേക്കും നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് 9 ടണലാണ്. ടോട്ടൽ വരുന്ന 10.7 കിലോമീറ്റേഴ്സാണ്. ബാക്കി നമുക്ക് അല്ലാത്ത രൂപത്തിലും വരും. അപ്പോൾ അതിൻ്റെ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആദ്യം വരേണ്ടത് നമുക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള സർവേയാണ്. ആ സർവേ പൂർത്തീകരിച്ച ശേഷം നമ്മുടെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. 1482 കോടി രൂപയാണ് അതിനു വേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ 582 കോടി രൂപ നമ്മൾ ചെലവഴിക്കുന്നതിന് വേണ്ടി നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടുമുണ്ട്. വലിയ അടിസ്ഥാനം ഇല്ലാത്ത രൂപത്തിൽ അത് അവരെ കൺവിൻസ് ചെയ്യിക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. ഇല്ല. കാരണം മുമ്പ് ഈ ഉപരിതലത്തിൽ വരുമ്പോഴാണ് ചെറിയ കെട്ടിടങ്ങളോ വലിയ കമ്മ്യൂണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒക്കെ വരുന്നു എന്നുള്ള പ്രശ്നങ്ങളുണ്ട് അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ഈ തുരങ്കപാത വന്നപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ല എന്നുള്ള രൂപത്തിലാണ് കൊങ്കൺ റെയിൽവേയുടെ പഠന റിപ്പോർട്ട്. സാർ, ഈ 3 മാസത്തിനകത്ത് ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് MD കണ്ടെയ്നേഴ്സ് വെക്കേണ്ട ഒരു യാർഡ് വേണമല്ലോ പുറത്ത്. അതിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നു. ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൗകര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി നിർമ്മാണ പ്രവർത്തനം നടന്നാൽ മതി. ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ഇവരുടെ ഏതാനും എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, നമുക്ക് 1% കിട്ടിത്തുടങ്ങുന്ന ഒരു ഘട്ടം നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഘട്ടം എത്തുമ്പോഴേ ലാഭത്തിൻ്റെ വിഹിതത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. അതിനു മുമ്പ് നമുക്ക് കിട്ടുന്നതെല്ലാം ഈ GSTയുടെ വിഹിതങ്ങളാണ്. പിന്നെ കസ്റ്റംസിൻ്റെ വിഹിതവും കിട്ടുന്നതാണ് നമുക്ക് വരുന്നത്. മറ്റേ സെൻറ്ററിന് പോകും. ഇതാണ് നമ്മുടെ വരുമാനം. നമുക്കിവിടെ കരമാർഗമുള്ള നീങ്ങണമെങ്കിൽ റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും വേണം. നേരത്തെ തന്നെ വിശദീകരിച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാം. അത് രണ്ടും വന്നെങ്കിലേ കരമാർഗമുള്ള കണ്ടെയ്നറെ കൈമാറ്റങ്ങൾ നടക്കും. ബാക്കി ഇപ്പം ട്രാൻസ്മിറ്റ് തുറമുഖം എന്ന രൂപത്തിൽ മറ്റ് തുറമുഖങ്ങളിലേക്ക് പോകുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടക്കുക. ഔട്ടർ റിംഗ് റോഡിൻ്റെ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് NHA ആയിട്ട് സംസാരിച്ച് ധാരണയിലെത്തി. ചീഫ് സെക്രട്ടറി നടത്തുന്ന കമ്മിറ്റി അതിനുവേണ്ടി കൃത്യമായി എല്ലാ മാസങ്ങളും കൂടി അത് മുന്നോട്ട് പോകുന്നുണ്ടൊരു നടപടിക്രമം. ഒരു ഫ്ലവർ ലീഫ് ഉൾപ്പെടെ അവിടെ ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യവും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. നിങ്ങൾ പറയുന്ന 3 വർഷം എന്ന് പറയുന്നത് ഒരു അധിക സമയമൊന്നുമല്ല. കാരണം ഇത്രയും കാര്യങ്ങളിൽ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ആദ്യം ഉടമസ്ഥന് നോട്ടീസ് പോകണം, സർവേ നമ്പർ മുഴുവൻ കണ്ടുപിടിക്കണം, 4-1 നോട്ടിഫിക്കേഷൻ വേണം, 6-1 നോട്ടിഫിക്കേഷൻ വേണം, പിന്നീട് ഭൂമി അക്വിസിഷൻ നടപടിയിലേക്ക് നടക്കുന്ന പ്രക്രിയ വേണം. ഇങ്ങനെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഓരോ പറമ്പുടമസ്ഥനും നോട്ടീസ് കൊടുത്ത് നെഗോസിയേഷൻ നടത്തി അവരെ സെറ്റിൽ ചെയ്തതിന് ശേഷം ഈ പ്രക്രിയ നടക്കൂ. ആ ഭൂമി ഏറ്റെടുക്കലിന് എപ്പോഴും അങ്ങനെ വരാറുണ്ട്. ഓടിപ്പോയി എല്ലാവരുടെയും ഭൂമി നമ്മൾ അക്വയർ ചെയ്യല്ല, മറിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അവരുടെ ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ്. അതിൽ അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതൊരു ഒന്ന് ഈ നമ്മൾ ഈ 1 വർഷത്തിനകം ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ഇതെങ്ങനെ അല്ല ഇത്രയും സ്പീഡിൽ ഈ കാര്യങ്ങൾ ഇത്രയും ബിസിനസ് എത്തുമെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 1 വർഷം കൊണ്ട് ഈ 10 ലക്ഷം കണ്ടെയ്നറിലേക്ക് എത്തുന്നു. ഇപ്പം നമുക്ക് 8 മാസം കൊണ്ട് 10 ലക്ഷത്തിൽ പരം കണ്ടെയ്നറിലെത്തി. 1. 2, 460 ഷിപ്പുകൾ വന്നു പോയിരിക്കുന്നു. അതിൽ ഈ MSCയുടെ സവിശേഷതയുള്ള 27 ഷിപ്പുകളുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. അത് മറ്റെവിടെയും വരാത്ത ഷിപ്പുകളാണ്. അപ്പം ഇങ്ങനെയുള്ള വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ഇതിനകത്ത് ഉണ്ടാവുകയും ഒരുപക്ഷെ യൂറോപ്യൻ നാടുകൾ, ആഫ്രിക്ക, ചൈന, US ബന്ധങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുന്നിൽ കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ് ഈ സന്തോഷ വാർത്തയുടെ അടിസ്ഥാനം. ഈ കോട്ടയം പോർട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള അത് നടന്നുകൊണ്ടിരിക്കുക. അതിലിപ്പോൾ അവരിപ്പോൾ ബ്രേക്ക് വെയിൻ പോയിന്റിലായി. അവരിപ്പോൾ ഇവിടുമായി ലിങ്ക് ചെയ്ത് ചരക്ക് ഗതാഗതം കൊണ്ടുപോകാൻ സഹായിക്കുന്ന രൂപത്തിൽ അത് ഈ ഇൻലൻഡ് വാട്ടറിനെ ആസ്പദമാക്കിയാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബാർജാണ് അവരുടെ ചരക്ക് മൂവ്മെൻറ്റിന് വേണ്ടി. അതിപ്പോൾ ഒരു പുതിയൊരു കമ്പനിയായിട്ട് ധാരണയായിട്ട് ഇപ്പോൾ അത് വ്യവസായ വകുപ്പിൻ്റെ കീഴിലായിരുന്നു. നേരത്തെ കിൻഫ്രയ്ക്ക് ഏതാണ്ട് 49% ഷെയറും 55% സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സും ആയിരുന്നു അതിൻ്റെ ഉടമസ്ഥത. ആ നിൽക്കുന്നത് അവർ അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് പോർട്ട് വകുപ്പിൻ്റെ കീഴിലേക്ക് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ച് പോർട്ട് മിനിസ്റ്ററും ഞാനും കൂടി ചേർന്നൊരു മീറ്റിംഗ് നടത്തി. ഇപ്പോൾ ധാരണയായിട്ടുണ്ട്. അതിൻ്റെ ഫയൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമീപകാല ഭാവിയിൽ അത് ഇവിടുമായി ലിങ്ക് ചെയ്ത് ഈ പോർട്ടിനെ ആശ്രയിച്ച് അതിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. മറ്റ് പോർട്ടുകൾ PPP മോഡലിൽ പോകാനായിട്ട് ഇപ്പോൾ മാരിടൈം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാരിടൈം ബോർഡിൻ്റെ തീരുമാനം അതനുസരിച്ച്
നമ്മൾ സാഗർമാല പദ്ധതിപ്പെടുത്തിയിട്ട് ചില പോർട്ടിനെ ഡെവലപ്പ് ചെയ്യാനും ചിലത് PPP മോഡൽ മുന്നോട്ട് പോകാനുള്ള 4 സെഷൻസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അംഗീകാരം കിട്ടിയ ഉടൻ തന്നെ അത് മുന്നോട്ട് പോകും. ബേപ്പൂർ തുറമുഖത്തിൻ്റെ മാത്രം ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഡ്രഡ്ജിങ് നമ്മൾ തുടങ്ങിയപ്പോൾ അടിയിലൊരു പാറ വന്നു. ആദ്യത്തെ കമ്പനിയോട്ട് അത് ചെയ്യാൻ കഴിയാമെന്ന് പുതിയ കമ്പനിയെ വെച്ചിട്ട് പരിശോധിച്ച് റിസൾട്ട് വന്നു. ഇപ്പോൾ ഒരു 6.5 മീറ്റർ താഴ്ന്നു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലേക്ക് പുതിയ ചരക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. വിഴിഞ്ഞം പോർട്ടിന് കൂടുതൽ ആവശ്യക്കാർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അല്ല, വിഴിഞ്ഞം പോർട്ടിൻ്റെ അനുബന്ധമായിട്ട് മറ്റുള്ളവർക്കൊക്കെ സഹായകരമായി മാറുമല്ലോ, സംശയമൊന്നുമില്ലല്ലോ. വിഴിഞ്ഞം പോർട്ടിന്റെ അനുബന്ധ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ മിനിസ്റ്റർ, വിഴിഞ്ഞം, കൊല്ലം, പൊന്നാനി, ബേപ്പൂർ, അഴീക്കൽ പോലൊരു നെറ്റ്വർക്ക് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്? അത് പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഇത് ഫുൾ സീലിനായി കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എല്ലാ പോർട്ടുകളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ചരക്ക് ഗതാഗതങ്ങളിലേക്ക് വരും. ഇപ്പം നമുക്ക് നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ഈ പോർട്ടിനുള്ളത്. നമ്മുടെ കരഗതാഗതവും റെയിൽ ഗതാഗതവും എല്ലാം കൂടെ വരുമ്പോഴേ നമ്മുടെ പോർട്ട് ഫുൾ സീലിലാവുള്ളൂ. അതിലേക്ക് എത്തിക്കഴിയുമ്പോൾ എല്ലാ പോർട്ടുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ വിഭാവനം ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഓൺഡ് പോർട്ടൊക്കെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്തായി, അതിനൊരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമോ? ഇല്ല, ഇപ്പം നമ്മൾ മാരിടൈം ബോർഡ് അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, അത് മാത്രമല്ല, നമുക്ക് ഈ വളരെ കുറച്ച് മാസങ്ങളുടെ 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് ആണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് ലാർജ് ബസ്സിലും അൾട്രാ ലാർജ് ബസ്സിലും ഫീൽഡ് ബസ്സിലും വരുന്നുണ്ട്. പക്ഷെ ചില അൾട്രാ ലാർജ് ബസ്സിൽ വരുമ്പോൾ ഇവിടെ കയറാൻ പറ്റാത്ത വിധത്തിൽ ഫിഷിംഗ് ബോട്ടുകൾ, ചെറിയ ബോട്ടുകൾ, കപ്പൽ ചാനൽ വരുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളത് സംബന്ധിച്ചൊരു ചർച്ച നടത്തി അതിന് പരിഹാരം കണ്ടു. പറയട്ടെ, നിങ്ങൾ ആ ചോദിച്ച ചോദ്യം ശരിയായിരുന്നു. ഒരു 2 ഘട്ടങ്ങളിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നിരുന്നു. ഈ അൾട്രാ ലാർജ് ഷിപ്പുകൾ വരുമ്പോൾ ചില ഘട്ടങ്ങളിൽ സായാഹ്നങ്ങളിൽ ഫിഷർമെൻ്റെ ബോട്ടുകൾ വന്നിട്ട് പെട്ടെന്ന് കയറി വരാൻ പറ്റാത്ത 1-2 ഘട്ടങ്ങളുണ്ടായി. അതിൽ അന്നേരം വരേണ്ടത് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗവും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസും സഹായിക്കേണ്ടതാണ്. ആ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 4 ഡിപ്പാർട്ട്മെൻറ്റ്, പോർട്ട്, ഫിഷറീസ്, പോലീസ്, അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം, ഇതെല്ലാം ചേർന്നിട്ട് ഞങ്ങളുടെ മീറ്റിംഗ് സെക്രട്ടേറിയറ്റിൽ തന്നെ ചേർന്നിട്ട് അതിന് കൂടുതൽ സെക്യൂരിറ്റി സംവിധാനവും കൂടുതൽ ഫോഴ്സും വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു മാസത്തിനകം ഭാവിയിൽ അങ്ങനെ വരാതിരിക്കാനുള്ള സാഹചര്യം വരും. അതിലൊരു ബോട്ട് ഇപ്പോൾ ഇവർ സപ്ലൈ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത് ചർച്ച ചെയ്ത് ഇത് തുടർച്ചയായിട്ട് ഇത്തരം ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ പോലും അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ അല്ല, ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതെ, ഇവർ പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് ഒരു കേക്ക് കട്ട് ചെയ്യാം, ഒരു സന്തോഷ സൂചകമായി. ഷിപ്പിൻ്റെ മോഡലാണ് അത് നന്നായി. അപ്പോൾ ആദ്യം കണ്ടെയ്നർ ഷിപ്പ് അടിക്കല്ലേ. ഓക്കെ.